എല്ലാവർക്കും കെയർ മാത്തിലേക്ക് വീണ്ടും സ്വാഗതം. നേരെ ക്വസ്റ്റിലേക്ക് കടന്നോളൂ. ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് ദി ഫോളോയിങ് മാട്രിസസ്. ഞാൻ 3 മാട്രിക്സ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 2x2 ആണ്, 2x2 ആണ്, 3x3 ആണ്. ഈ മാട്രിക്സിൻ്റെ ഒക്കെ ഓരോന്നിൻ്റെയും ഇൻവേഴ്സ് കാണും. നമ്മൾ എവിടെയോ കേട്ടിട്ടുണ്ട് ഇൻവേഴ്സ്. മാട്രിക്സ് എന്ന ചാപ്റ്ററിലാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഡിറ്റർമിനൻസ് ലോ ആണ്. മാട്രിക്സ് എന്ന ചാപ്റ്ററിൽ നമ്മൾ ഇൻവേഴ്സ് കാണാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ മെത്തേഡിൻ്റെ പേര് നിങ്ങൾക്ക് ഓർമ്മയിട്ടുണ്ടോ? ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, എലമെൻ്ററി ഓപ്പറേഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ. ആ മെത്തേഡ് പ്രകാരം നമ്മൾ ചെയ്തിട്ടുണ്ട്. കുറേ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് അതല്ല, അന്ന് നമ്മൾ ആ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റൊരു വഴി കൂടി ഉണ്ട് ഇൻവേഴ്സ് കാണാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അടുത്ത ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അതാണ് ഈ മെത്തേഡ്, ഇനി ചെയ്യാൻ പോകുന്ന മെത്തേഡ്. ഇവിടെ ഓർത്ത് വെക്കുന്നത് വളരെ സിമ്പിളായിട്ടൊരു ഫോർമുലയാണ്. ഈ ഫോർമുല നിങ്ങൾ എല്ലാവരും ഓർത്ത് വെച്ചോളൂ. എ ഇൻവേഴ്സ് ഈക്വൽ ടു 1 by determinant A into adj A. ഇതാണ് ഓർത്ത് വെക്കേണ്ട ഇക്വേഷൻ. ഇത് കാണാപ്പാഠം പഠിച്ചു വെച്ചാൽ ഒരു കുഴപ്പമില്ല, നമുക്ക് ഈസി ആയിട്ട് ഇത്രയും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. എ ഇൻവേഴ്സ് ഈക്വൽ ടു 1 by determinant A into adjoint A. എന്താണ് അഡ്ജോയിന്റ് അല്ലേ, ഒക്കെ നമുക്ക് കാണാം. ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഡിറ്റർമിനന്റ് എ കാണാൻ നമുക്കറിയാം, നമ്മൾ പഠിച്ചത്. അപ്പം അതുകൊണ്ട് ഈ സംഗതി നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെ ചെയ്യുമെന്നുള്ളത്. ഓക്കെ, ഈ ഫോർമുല ഒന്ന് അവിടെ നോട്ട് ചെയ്ത് വെച്ചാൽ ഇത് പ്രകാരം മുന്നോട്ട് പോകുന്നു. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കറിയാം. ലെറ്റ് എ ഈക്വൽ ടു മാട്രിക്സ് 2 - 2 4 3. എ എന്നുള്ള മാട്രിക്സ് ആയിട്ട് ഞാൻ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതി വെച്ചു. മറ്റെല്ലാം നമുക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഈ ഫോർമുലയിലേക്ക് നോക്ക്. എ ഇൻവേഴ്സ് ആണ് കാണേണ്ടത്. ആരെയാവേണ്ടത് നോക്ക്? 2 മാത്രം അറിഞ്ഞാൽ മതി. ഒന്ന് ഡിറ്റർമിനന്റ് എ ആണ്, മറ്റൊന്ന് അഡ്ജോയിന്റ് എ ആണ്. ഇത് നമ്മൾ അഡ്ജോയിന്റ് ആണ്. അഡ്ജോയിന്റ് ഓക്കെ, ആ പേര് മറന്നുപോകണ്ട. ലെറ്റ് എ ഈക്വൽ ടു, അപ്പം നമുക്ക് 2 കാണണമെന്ന് പറഞ്ഞു. അതിൽ ഒരാളാരാ? ഡിറ്റർമിനന്റ് ആണ്. അതുകൊണ്ട് ഡിറ്റർമിനന്റ് എ ഈക്വൽ ടു, ഇതൊരു 2x2 മാട്രിക്സ് ആണ്. 2x2 മാട്രിക്സ് ഡിറ്റർമിനന്റ് എങ്ങനെ കാണും? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. 2 × 3 6 മൈനസ് 4 × -2 -8 ഈക്വൽ ടു 6 + 8 14. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഡിറ്റർമിനന്റ് വാല്യൂ 0 ആവരുത്. മനസ്സിലാവുന്നുണ്ട്? എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ഡിറ്റർമിനന്റ് വാല്യൂ 0 ആയുള്ള പ്രശ്നം എന്താ? 1/0 എന്ന് വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യൂല. അത് ഓർമ്മ വേണം. എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഡിറ്റർമിനന്റ് വാല്യൂ 0 ആവരുത്. അല്ലല്ലോ, 0 അല്ലല്ലോ, 14 ആണ്. ഓക്കെ, ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി അഡ്ജോയിന്റ് ആണ്. അഡ്ജ് എ എന്ന് നമ്മൾ ഷോർട്ടായി ഉപയോഗിക്കും. ഈക്വൽ ടു, ഇതൊരു 2x2 മാട്രിക്സ് ആണല്ലോ തന്നിട്ടുള്ളത്. ഇതും 2x2 ആണ്. ഇതാണ് 3x3. 2x2 മാട്രിക്സിന്റെ അഡ്ജ് കാണാൻ സിമ്പിൾ ടെക്നിക്. എന്താണ് ടെക്നിക്? എന്താ? ഈ കാണുന്ന മാട്രിക്സ് കാണുന്നുണ്ട് 2 - 2 4 3. ഇതിൽ ഈ എലമെന്റ് വിളിക്കുന്ന പേരെന്താ? ഡയഗണൽ എലമെന്റ്സ്. ക്ലിയർ അല്ലേ? ആകെ 4 എലമെന്റിൽ 2 എലമെന്റ് വിളിക്കുന്ന പേരാണ് ഡയഗണൽ. ഇത് ഇങ്ങനെ ഒരു വരവരച്ചിൽ കിട്ടുന്ന ആ ലൈനിൽ ഉൾപ്പെടുന്ന എലമെന്റിനെ പറയുന്ന പേര് ഡയഗണൽ എലമെന്റ്സ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നേരെ അഡ്ജ് എ കാണാം. ഈ ഡയഗണൽ എലമെന്റ്സ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യുക. അതായത് ഇവിടെ 3 വരും, ഇവിടെ 2 വരും. ക്ലിയർ? അല്ലാത്ത 2 എലമെന്റ് കാണുന്നല്ലോ, ഓഫ് ഡയഗണൽ എലമെന്റ്സ്. ഡയഗണൽ അല്ലാത്ത എലമെന്റ് കാണുന്നുണ്ടല്ലോ, അവരെ പരസ്പരം ഇന്റർചേഞ്ച് ചെയ്യണ്ട. പകരം സൈൻ മാറ്റി കൊടുക്കുക. പ്ലസ് ഉണ്ടെങ്കിൽ മൈനസ് ആക്കുക, മൈനസ് ഉണ്ടെങ്കിൽ പ്ലസ് ആക്കുക. അപ്പൊ ഇതെന്താവും? 2 എന്നാവും. ഇതെന്താവും? -4. സിമ്പിൾ ആയിട്ട് നമുക്ക് അഡ്ജ് കിട്ടി. ഞാൻ പറഞ്ഞ സംഗതി മനസ്സിലായാലോ? ഇവരെ പരസ്പരം ഇന്റർചേഞ്ച് ചെയ്യുക, ഇവരെ പരസ്പരം സൈൻ ചേഞ്ച് ചെയ്യുക. ഇപ്പൊ ഇതും കിട്ടിക്കഴിയും. ഇനി നേരെ എ ഇൻവേഴ്സ് ഈക്വൽ ടു 1 by determinant A into adj A ഈക്വൽ ടു 1/14 into മാട്രിക്സ്. എന്താ മാട്രിക്സ്? 3 2 -4 2. സിമ്പിൾ, വളരെ സിമ്പിൾ. നോക്ക്, ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്.
രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്നാമത്തെ ഞാൻ ചെയ്ത സ്ഥിതിക്ക് രണ്ടാമത്തെ ഞാൻ പറയാൻ വേണ്ട, നിങ്ങൾക്ക് ഇങ്ങനെ പറയാം. ലെറ്റ് എ ഈക്വൽ ടു മാട്രിക്സ് -1 5 -3 2. ആ ഫോം ഓർമ്മ ഉണ്ടല്ലോ. ഫോം എന്താ? എ ഇൻവേഴ്സ് ഈക്വൽ ടു 1 ഡിറ്റർമിനന്റ് എ ഇൻറ്റു അഡ്ജ് എ. ആദ്യം ആരെ കാണാം? ഡിറ്റർമിനന്റ് എ കാണാം. എന്നിട്ട് അത് എന്താവരുത്? 0 ആവരുത്. ഡിറ്റർമിനന്റ് എ ഈക്വൽ ടു എന്ത് വരും എന്ന് പറയാം? ക്രോസ് മൾട്ടിപ്ലൈ. -2 -15 ഈക്വൽ ടു 30. -2 + 50. 15 -2 30. 0 അല്ല. 0 ആയാൽ എന്താ സംഭവിക്കുന്നത് പറഞ്ഞിട്ട്? എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യൂല, ഇൻവേഴ്സ് ഉണ്ടാവില്ല. ഇപ്പൊ അത് കിട്ടി. ഇനി അടുത്ത ഒറ്റ സ്റ്റെപ്പിൽ ഷോർട്ട് കട്ട് പ്രകാരം ആരെ കാണുന്നു? അഡ്ജോയിന്റ് കാണുന്നു. അഡ്ജോയിന്റ് കാണാൻ ഞാൻ എന്താ ഐഡിയ 2/2 പറഞ്ഞിട്ടുള്ളത്? ഈ രണ്ട് എലമെന്റിനെ ഇന്റർചേഞ്ച് ചെയ്യുക. ഇവ രണ്ടാളെയും സൈൻ മാറ്റുക. അപ്പൊ ഇവിടെ എന്ത് വരും? 2 വരും. ഇവിടെ എന്ത് വരും? -5 വരും. ഇവിടെ എന്ത് വരും? 3 വരും. ഇവിടെ എന്ത് വരും? -1 വരും. ക്ലിയർ അല്ലേ? Therefore, A inverse equal to 1 determinant A into adj A എന്താവും? 1/13 into adj 2 -5 3 -1. സിമ്പിൾ. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റിലേക്ക് കിടക്കുന്നു. 3/3 ആണ്. 2/2 ഷോർട്ട് കട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം അത് പ്രകാരം ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ആ ഐഡിയ പ്രയോഗിച്ചുകൊണ്ട്. 3/3 ആകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. എവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയോ? ഡിറ്റർമിനന്റ് കാണാൻ നമുക്കറിയാം 3/3. പിന്നെയോ അഡ്ജോയിന്റ് കാണാൻ ഷോർട്ട് കട്ട് ഇല്ല. അതിന് ഓരോ എലിമെന്റിന്റെയും അഡ്ജോയിന്റ് കണ്ട് മുന്നോട്ട് പോകണം. അതിന് ചെറിയൊരു ഷോർട്ട് കട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ അതൊന്നും ഷോർട്ട് കട്ട് എന്ന് പറയാൻ കഴിയില്ല. എന്താണ് ഇതാ നോക്കിക്കോ. ലെറ്റ് എ ഈക്വൽ ടു മാട്രിക്സ് 1 2 3 0 2 4 0 0 5 ഈക്വൽ ടു നമുക്ക് ആരെ കാണണം? ഡിറ്റർമിനന്റ് വാല്യൂ കാണണം. ഫോർമുലയ്ക്ക് യാതൊരു ചേഞ്ചും ഇല്ല. 2/2 ആയാലും 3/3 ഒക്കെ എ ഇൻവേഴ്സ് ഈക്വൽ ടു 1 ഡിറ്റർമിനന്റ് എ ഇൻറ്റു അഡ്ജ് എ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഡിറ്റർമിനന്റ് എന്റെ വാല്യൂ കാണണല്ലോ. കണ്ടു. 1 ഇൻറ്റു എന്ത് വരും എന്ന് പറയാ? 10 -4 10 -0 10 -2 ഇൻറ്റു ഇങ്ങനെ പോകുന്നതാണ് നല്ലത്. പക്ഷെ ഞാൻ ഇങ്ങനെ തന്നെ പോകും. -2 ഇൻറ്റു എന്ത് വരും? -2 ഇൻറ്റു 0 -0 നോക്കണ്ട. അടുത്ത് +3 ഇൻറ്റു 0 -0 അതും പോയി. ബാക്കി ഈക്വൽ ടു എന്ത് കിട്ടി? 10 എന്ന് കിട്ടി. 0 ആണോ? അല്ല. ഇനി നമ്മൾ ആരെ കാണണം? അഡ്ജോയിന്റ് കാണണം. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സംഗതി, അഡ്ജോയിന്റ് കാണാൻ നേരിട്ട് കാണാം, പക്ഷെ കുറച്ചൊരു ലോജിക് അപ്ലൈ ചെയ്യാം. അത്രയേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നോക്കിക്കോ, ഇവിടെ നിങ്ങൾ ഓരോ എലമെന്റ്, ഇത് 1/1 എലമെന്റ് ആണ്. ഓർമ്മ? പൊസിഷനൊക്കെ ഓർമ്മ ഉണ്ടല്ലോ. ഇത് 1/2 എലമെന്റ്, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. ഇത് 1/3 എലമെന്റ്. ഇത് 2/1 2/2 എലമെന്റ്, 2/3 എലമെന്റ്, 3/1 3/2 3/3 എലമെന്റ്. ഓർമ്മ ഉണ്ടല്ലോ? ആ പൊസിഷൻ കറക്റ്റ് നിങ്ങൾ മനസ്സിലുണ്ടായിരിക്കണേ. കറക്റ്റ് ആ പൊസിഷൻ നിങ്ങൾ മനസ്സിലുണ്ടായിരിക്കണം. 1/1 1/2 1/3 2/1 2/2 2/3 3/1 3/2 3/3. ഇനി ഞാൻ പറയുന്ന സംഗതി നോക്കിക്കോ. നേരെ ഞാൻ അഡ്ജ് കാണാൻ പോവാണ്. അഡ്ജ് എ ഈക്വൽ ടു ഞാൻ എഴുതി വെക്കുന്ന നോക്കിക്കോ. ഞാൻ ഈ എലമെന്റ് കറസ്പോണ്ടിങ് അഡ്ജ് കാണുന്നു. ഇത് ഏത് എലമെന്റാ? 1 എന്നുള്ള എലമെന്റ് ആണ്. അതിന്റെ പൊസിഷൻ 1 1 അല്ലെ? ആ 1 ഉം 1 ഉം കൂട്ട്. ആ പൊസിഷൻ ആയിട്ടുള്ള 1 1 കൂട്ട്. 1 1 കൂട്ടി 2 ഈവൻ നമ്പർ അല്ലേ? ഇത് കൂട്ടിയാൽ ഇതിന്റെ പൊസിഷൻ ഏതാ? 1 2 1 2 കൂട്ടിയാൽ 3 ഓഡ് നമ്പർ. 1/3 അല്ലെങ്കിൽ 1/3 ഏതാ? 1 3 കൂട്ടിയാൽ 4. ഇത് 2/1 2 1 കൂട്ടിയാൽ 3 ഓഡ് നമ്പർ. 2 2 2 2 കൂട്ടിയാൽ 4 ഈവൻ നമ്പർ. 2 3 അപ്പോൾ ഏതാ? 2 3 5. അപ്പോൾ ഈവൻ ഓഡ് ഈവൻ ഓഡ് ആ രൂപത്തിലല്ലേ പോകുന്നത്. ഓക്കെ, ഇനി നോക്കിക്കോ. ഇനി ചെയ്യാൻ പോകുന്നത് ഈ എലമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡ്ജോയിന്റ് കാണാൻ ഈ എലമെന്റ് ഉൾപ്പെടുന്ന 1 ഉൾപ്പെടുന്ന റോയും കോളവും ഒഴിവാക്കി ബാക്കിയുള്ളത് മാത്രം 2 4 0 5. ക്ലിയർ? ക്രോസ് മൾട്ടിപ്ലൈ 2 × 5 10. ഇത് നോക്കണ്ടല്ലോ. 10. ക്ലിയർ അല്ലേ? 10 എന്ന് എഴുതി വെക്കാം. ഇതിന് കറസ്പോണ്ടിങ് ആയി 10 എന്ന് എഴുതി വെക്കാം. പക്ഷെ അതിന് മുമ്പ് ഇവരെ നമ്മൾ പൊസിഷൻ കൂട്ടിയാൽ ഓടോ ഈവനോ? ഈവൻ ആണെങ്കിൽ ആ കിട്ടിയ വാല്യൂ അതുപോലെ തന്നെ, ഓടാണെങ്കിൽ കിട്ടിയ വാല്യൂ
സൈൻ ഒന്ന് മാറ്റി കൊടുക്കാം. ഇത് 1 1 കൂട്ടിയ ഈവൻ ആണ് എങ്കിൽ ഈ കിട്ടിയ 10 അതുപോലെ തന്നെ എഴുതി നോക്കുന്നു. ഇവിടെ എഴുതി വെച്ചു. ക്ലിയർ? രണ്ടാമത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡ്ജോയിന്റ് ആണ്. അത് ഞാൻ ഇവിടെയല്ല എഴുതുക, പകരം ഇവിടെ. ഈ 3ക്ക് കറസ്പോണ്ടിങ് ഇവിടെ. അതായത് ഇവിടുത്തെ റോയിലുള്ള എലമെന്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡ്ജോയിന്റ് ഒക്കെ ഞാൻ കോളത്തിൽ എഴുതും. 2 കാര്യം ആലോചിച്ചാൽ മതി. ഒന്ന്, റോയിലുള്ള എലമെന്റ് അല്ലെങ്കിൽ റോയിലുള്ള എലമെന്റ്സിന്റെ അഡ്ജോയിന്റ് ഒക്കെ കോളത്തിൽ എഴുതും. അപ്പൊ ഫസ്റ്റ് റോ ഇവിടുത്തെ ഫസ്റ്റ് കോളായി മാറും, സെക്കൻഡ് റോ സെക്കൻഡ് കോളം, തേർഡ് റോ തേർഡ് കോളം. അതാണ് ഒരു ഐഡിയ. രണ്ടാമത്തെ ഐഡിയ പറയുന്നത് പൊസിഷൻ ആഡ് ചെയ്യുക. 1 1 ഈവൻ ആണോ, 1 2 ഓഡ് ആണോ, 1 3 ഈവനോ ഓഡോ നോക്ക്. ഈവൻ ആണെങ്കിൽ കിട്ടിയ വാല്യൂ അതുപോലെ തന്നെ, ഓഡ് ആണെങ്കിൽ സൈൻ മാറ്റി കൊടുക്കുക. ഓക്കെ. രണ്ടാമത് 2ന് കറസ്പോണ്ടിങ് ഞാൻ ഇവിടെ എഴുതാൻ പോകുന്ന എലമെന്റ് ആണ്. 2 ഉൾപ്പെടുന്ന റോയും കോളും ഒഴിവാക്കി ബാക്കി 0 4 0 5 ക്രോസ് മൾട്ടിപ്ലൈ 0 -0. പ്രത്യേകിച്ച് ഒന്നും സൈൻ നോക്കേണ്ട ആവശ്യമില്ല, 0. ഓക്കെ. അടുത്തത് ഇതിന് കറസ്പോണ്ടിങ് ഇവിടെയാണ് എഴുതേണ്ടത്. 3 ഉൾപ്പെടുന്ന റോയും കോളും ഒഴിവാക്കി 0 -0 നോക്കണ്ട, 0. ഓക്കെ. അപ്പൊ ഫസ്റ്റ് റോന്റെ കാര്യം ഫസ്റ്റ് കോൾ ആയിട്ട് എഴുതി കഴിയും. ഇനി സെക്കൻഡ് റോ ഇതിന് കറസ്പോണ്ടിങ് 0 കറസ്പോണ്ടിങ് ഞാൻ ഇവിടെയാണ് എഴുതി വെക്കേണ്ടത്. 0 കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോയും കോളും ഒഴിവാക്കിയാൽ 2 × 5 10 -0 10 എന്ന് കിട്ടി. ഇനി ഇത് ഏതാ ക്വസ്റ്റ്യൻ? 2 1 2 1 കൂട്ടിയാൽ 3 ഓഡ് നമ്പർ. അപ്പൊ കിട്ടിയ 10ന് സൈൻ മാറ്റി കൊടുക്കുന്നു, -10. ഓക്കെ. അടുത്ത 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 2 ഉൾപ്പെടുന്ന റോയും കോളും ഒഴിവാക്കിയാൽ 1 3 0 5 1 × 5 5 -0 × 3 0 5 എന്ന് കിട്ടും. പൊസിഷൻ നോക്കണം, 2 2 ഈവൻ ആണ്, 5 5 ആയിട്ട് തന്നെ കിടക്കും. ഓക്കെ. അടുത്ത് 4ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോയും കോളും ഒഴിവാക്കിയാൽ 0 -0 സൈൻ ഒന്നും നോക്കണ്ട, 0. ഇതിൽ കുറെ 0 വന്നുകൊണ്ട് നമുക്ക് അങ്ങനെ കുറെ സുഖമുണ്ട്. ഇപ്പോൾ സെക്കൻഡ് റോക്ക് കറസ്പോണ്ടിങ് സെക്കൻഡ് കോളം വന്ന് കഴിഞ്ഞു. ഇനി തേർഡ് റോ കറസ്പോണ്ടിങ് 0 കറസ്പോണ്ടിങ് ഇവിടെയാണ് വരേണ്ടത്. 0 കറസ്പോണ്ടിങ് 0 ഉൾപ്പെടുന്ന റോയും കോളും ഒഴിവാക്കിയാൽ 8 -6 8 -6 2. ഇതേതാ പൊസിഷൻ? 3 1 3 1 കൂട്ടി 4 2 2 ആയിട്ട് തന്നെ കിടക്കട്ടെ. 2. അടുത്ത് ഇതിന് കറസ്പോണ്ടിങ് റോയും കോളും ഒഴിവാക്കിയാൽ 4 -0 4 ആണ്. പക്ഷേ ഈ പൊസിഷൻ 3 2 3 2 കൂട്ടി 5 ഓഡ് നമ്പർ. അപ്പൊ കിട്ടിയ എന്തോരും 4 -4 ആണ്. ലാസ്റ്റ് എലമെന്റ് 5ന് കറസ്പോണ്ടിങ് 1 × 2 -0 2 2 2 തന്നെയാണ്. കാരണം എന്താ? ഇത് 3 3 3 3 കൂട്ടി 6 ആണ്. അഡ്ജോയിന്റ് കിട്ടിക്കഴിയും. ഇതൊന്നും നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ. വെറുതെ 1 2 മാട്രിക്സ് ഉണ്ടാക്കിയിട്ട് അതിന് അഡ്ജോയിന്റ് കൊടുത്താൽ കണ്ടു പോകും സിമ്പിൾ ആയിട്ട്. ഇപ്പൊ കിട്ടിയത് ഫോർ A ഇൻവേഴ്സ് ഈക്വൽ ടു 1/determinant A into adj A equal to 1/10 into matrix 10 -10 2 0 5 -4 0 0 2. മനസ്സിലായി? ഒരു പക്ഷെ സംശയം ഉണ്ടാവും, പുറത്തുള്ള ഈ 1/10 കൊണ്ട് അകത്ത് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ചെയ്യാം, പക്ഷെ ചെയ്യണം. ഇങ്ങനെ എന്താണ് ഭംഗി? മറ്റേ ഇങ്ങനെ എല്ലാം ഇതൊക്കെ കറക്റ്റായി ഡിവൈഡ് ചെയ്ത് പോയി വരും. ഇവിടെ 2/10 അല്ലെങ്കിൽ 1/5 ഉണ്ടാവും, ഇവിടെ 1/2 ഉണ്ടാവും, ഇവിടെ അങ്ങനെ ആ രൂപത്തിലൊക്കെ ഉണ്ടാവും. വേണ്ട, ഇതാണ് ഭംഗി. സിമ്പിൾ ആയിട്ട് എങ്ങനെ ഇൻവേഴ്സ് കണ്ടു. 3/3 ആണെങ്കിൽ പോലും നമുക്ക് പ്രശ്നമില്ല. 2 കാര്യം മാത്രം ഓർത്ത് വെച്ചാൽ മതി. 3/3 ആണെങ്കിൽ എന്താ 2 കാര്യം? ഒന്ന്, ഇവിടെയുള്ള റോൾ എലമെന്റിന്റെ ഒക്കെ അഡ്ജോയിന്റ് ഒരു കോളമായിട്ട് എഴുതാവും. അതാണ് 1. 2, അതിന്റെ പൊസിഷനും കൂടി നോക്കുക. പൊസിഷൻ എങ്ങനെ? 1 1 1 2 1 3 ആ രൂപത്തിലുള്ള പൊസിഷൻ. 1 1 കൂട്ടിയാൽ ഈവൻ നമ്പർ, 1 2 1 2 1 2 1 2 കൂട്ടിയാൽ ഓഡ് നമ്പർ. ഈവൻ ഓഡ് ആ രൂപത്തിലായിരിക്കും. ഈവൻ നമ്പർ ആണെങ്കിൽ കിട്ടിയ അഡ്ജോയിന്റ് അതുപോലെ തന്നെ, ഓഡ് നമ്പർ ആണെങ്കിൽ കിട്ടിയ അഡ്ജോയിന്റ് സൈൻ മാറ്റി കൊടുക്കുക. അതാണ് ഐഡിയ, സിമ്പിൾ ഐഡിയ. ഓക്കെ. ചിലപ്പോൾ ടെക്സ്റ്റിലൊക്കെ എഴുതി വെച്ച കുറേ ലെങ്തി ആയിരിക്കും, വേണ്ട, നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. ഓക്കെ. ഓക്കെ, ഡു ഇറ്റ് യുവർ സെൽഫ്. സെയിം സംഭവം ഇൻവേഴ്സ് കണ്ടെത്താനാണ്. 3/3 ആയിട്ട് 2 ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞ ഐഡിയകളൊക്കെ ഓർമ്മയുണ്ടല്ലോ, അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ. ശ്രദ്ധിക്കുക, ഡിറ്റർമിനന്റ് വാല്യൂ 0 ആവരുത്. ആയിക്കഴിഞ്ഞാൽ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യൂല. ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ഇഫ് ഡിറ്റർമിനന്റ് A 0 ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സിംഗുലർ മാട്രിക്സ്. ഓക്കെ.
ഇത് നോട്ട് ഈക്വൽ 0 ആണെങ്കിൽ അതിനെ പറയുന്ന പേര് നോൺ സിംഗുലാർ. അതൊന്ന് ഓർത്ത് വെച്ചോ. ചിലപ്പോൾ ഒരു മാർക്കിന് ഫൈൻഡ് ദ സിംഗുലാരിറ്റി എന്ന് പറഞ്ഞ് ചോദിച്ചെന്ന് വരാം. ഒരു മാട്രിക്സ് എന്നിട്ട് സിംഗുലാരിറ്റി ചെക്ക് ചെയ്യാൻ ഒന്നും നോക്കണ്ട. ഡിറ്റർമിനന്റ് വാല്യൂ ആണ് 0 ആണോ, സിംഗിൾ ആണ് അല്ലേ, നോൺ സിംഗിൾ ആണ്. ഓക്കെ, ഏതായാലും ഈ ഹോംവർക്ക് നിങ്ങൾക്ക് തരുന്നു, നിങ്ങൾ ചെയ്യുക. മനസ്സിലായിട്ടാണ് തരുന്നു. എന്തെങ്കിലും സംശയം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, KR Math, ഗുഡ് ബൈ.